ഡൊണാൾഡ് ട്രംപ് വ്യാപാര യുദ്ധം ആരംഭിച്ചത് മെക്സിക്കോയോടും കാനഡയോടും നേരിട്ട് കോർത്തുകൊണ്ടായിരുന്നു. ചൈനയും വെറുതെ വിട്ടില്ല. പിന്നീട് അങ്ങോട്ട് ട്രംപിൻ്റെ അധിക താരിഫിൻ്റെ വാൾ നീണ്ടത് യു കെയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമാണ്. യു കെയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും അധികം നിലപാട് കടുപ്പിച്ചില്ലെങ്കിലും മെക്സിക്കോയ്ക്ക് കടുത്ത വിലക്കായിരുന്നു. കാനഡയ്ക്ക് രൂക്ഷമായ താരിഫ് നിരക്കുകളും ട്രംപ് ഏർപ്പെടുത്തി. വടി കൊടുത്ത് അടി വാങ്ങിയതുപോലെയായി പിന്നീട് ട്രംപിൻ്റെ അവസ്ഥ. കാനഡയാകട്ടെ തങ്ങളുടെ നിലപാട് വീണ്ടും കടുപ്പിച്ചു. അമേരിക്കയിലേക്ക് അയക്കുന്ന വൈദ്യുതി അതിൻ്റെ നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ച് കാനഡ. ഇതോടെ ട്രംപ് ചെയ്തത് കാനഡയിലേക്കുള്ള സ്റ്റീലിൻ്റെയും അടക്കം താരിഫ് വർദ്ധിപ്പിച്ചു. ചൈനയാകട്ടെ ഒരു ടെസ്ല വാങ്ങിക്കുന്ന വിലയ്ക്ക് 2 വൈദ്യുതിക്കാർ നൽകി ചൈനീസുകാരെ കൊതിപ്പിച്ചു. അങ്ങനെ മസ്കിനും അമേരിക്കയ്ക്കും അടുത്ത തിരിച്ചടി ചൈനയിൽ നിന്ന് കിട്ടി. ഇനിയിപ്പോൾ ട്രംപിൻ്റെ ലക്ഷ്യം ഇന്ത്യയാണെന്നാണ് പറയുന്നത്. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്? സമ്മിശ്രമായ പ്രതികരണമാണ് ഇന്ത്യക്ക് മസ്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന അധിക താരിഫ് നിരക്കുകളിൽ പുറത്തു വരുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ഇറക്കുമതിക്ക് 2025 ഏപ്രിൽ 2 മുതലാണ് അധിക തീരുവ ട്രംപ് ബാധകമാക്കുന്നത്. US-ൻ്റെ നികുതി ഭാരം ഇന്ത്യൻ വിപണിയെ ബാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ പ്രാഥമിക വിലയിരുത്തൽ. പിന്നെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വിവിധ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി കുറയ്ക്കാൻ അവർ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ട്രംപ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് തൻ്റെ വ്യാപാര യുദ്ധം വഴി എന്നാണ് ഇപ്പോഴത്തെ സൂചന. ഇന്ത്യയാകട്ടെ 110% നികുതിയാണ് നിലവിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇന്ത്യയുടെ തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ വിറ്റഴിയാൻ വേണ്ടി ഇന്ത്യ കണ്ടെത്തിയ സ്വന്തം നിലനിൽപ്പിൻ്റെ വഴിയാണത്. ഈ 110% നികുതി കുറച്ചാൽ അമേരിക്കയുടെ ചില ഉൽപ്പന്നങ്ങൾക്ക് ഇവിടെ വൻ വിലക്കുറവിന് സാധ്യതയുണ്ട് എന്നതാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ട്രംപ് ഇന്ത്യക്ക് ഉയർന്ന താരിഫ് പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നിലവിൽ ഏർപ്പെടുത്തുന്ന 110% നികുതി കുറയ്ക്കാൻ തീരുമാനിച്ചാൽ അത് ഇന്ത്യയിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ പ്രളയത്തിന് തന്നെ കാരണമാകുമെന്നാണ് സൂചന. അമേരിക്കയിലെ മികച്ച ചില ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് അങ്ങനെ വാങ്ങാനുള്ള ഒരു വിപണിയായി ഇന്ത്യ മാറും. ഇത് ഇന്ത്യയിലെ ഉപഭോക്താക്കളെ സംബന്ധിച്ച് ലാഭ കച്ചവടമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് വില കുറയാൻ സാധ്യതയുള്ള ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയുടേത്? ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പുതിയ വ്യാപാര കരാറുകളിൽ ഏർപ്പെടുകയാണെങ്കിൽ പല US ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ തീരുവ കുറച്ചേക്കുമെന്നാണ് കരുതുന്നത്. കാരണം ഇന്ത്യയുടെ ഉദാര മനോഭാവം അതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ, സ്റ്റീൽ എഞ്ചിനുകൾ, ടയറുകൾ, സ്പെയർ പാർട്സ്, മെഡിക്കൽ ഉപകരണങ്ങൾ, ബദാം, വാൾനട്ട്, വൈൻ അടക്കമുള്ള ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയവയ്ക്കാണ് ഇന്ത്യ നിരക്കുകൾ കുറയ്ക്കുക. അങ്ങനെ ആപ്പിളിൻ്റെ ഐഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് വാച്ചുകൾ, വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾ, ഹെൽത്ത് കെയർ പ്രൊഡക്റ്റുകൾ എന്നിവയ്ക്ക് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ വില കുറയും. കൂടാതെ ഇന്ത്യയിൽ ഏറെ പ്രിയപ്പെട്ട ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾ, അതുപോലുള്ള പ്രീമിയം മോട്ടോർ സൈക്കിളുകൾക്കും നിരക്ക് കുറയും, വില കുറയും. നിലവിൽ ഇന്ത്യ അമേരിക്കയിൽ നിന്നുള്ള വാഹന ഉൽപ്പന്നങ്ങൾക്ക് 100% തീരുവയാണ് ചുമത്തുന്നത്. അത് നന്നേ കുറയാൻ കാരണമാകും. നിത്യോപയോഗ സാധനങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുന്ന ചീസ്, ബട്ടർ എന്നിവയ്ക്കും ഇന്ത്യയിൽ ഏറെ ഡിമാൻഡാണ്. അതിൻ്റെ വിലയിലും കുറവുണ്ടാകാം. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ കുറഞ്ഞ വിലയിൽ ഇന്ത്യൻ വിപണിയിൽ ലഭ്യമായാൽ അത് തദ്ദേശീയ ചെറുകിട ബിസിനസ്സുകളെ അടക്കം ബാധിക്കുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യക്ക് അമേരിക്കയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അമേരിക്ക നിലവിൽ ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് പ്രിയമേറിയ ആ ഭക്ഷ്യവസ്തുക്കളടക്കമുള്ള ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറച്ചേ പറ്റൂ. ആഗോളതലത്തിലെ വിവിധ കേന്ദ്രങ്ങളോട്, ചൈന അടക്കമുള്ള വിവിധ കേന്ദ്രങ്ങളോട് മത്സരിക്കേണ്ടി വരും എന്നതാണ് ഇന്ത്യയുടെ ഈ അമേരിക്കയുടെ വില കുറയ്ക്കുന്നതിന് പിന്നിലെ കാരണം. അങ്ങനെ ഓട്ടോമൊബൈൽ, ഫാർമ, ഡയറി, ഇലക്ട്രോണിക് സെക്ടറുകളിലെല്ലാം US കമ്പനികൾ മേധാവിത്വം നേടും. പക്ഷേ എന്ത് സംഭവിച്ചാലും ഇന്ത്യയിൽ ഇവയ്ക്കെല്ലാം കുറഞ്ഞ വിലയായിരിക്കുമെന്നതാണ് ഒരു മേന്മ. ഇനി എന്താണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള താരിഫിൽ ആരോപണങ്ങൾ ഉയരുന്നത്? ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധർ അതും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഉദാഹരണത്തിന് നിലവിലെ ആരോപണം അമേരിക്കൻ മദ്യത്തിന് ഇന്ത്യ 150% തീരുവ ചുമത്തുന്നു എന്നാണ്. മറ്റാരുമല്ല ആരോപണം ഉന്നയിച്ചത് വൈറ്റ് ഹൗസിലെ മാധ്യമ സെക്രട്ടറി കരോളിൻ ലെവിറ്റാണ്. ഡൊണാൾഡ് ട്രംപ് ഒന്നും ചൂണ്ടിക്കാട്ടാതെ ലെവിറ്റ് ഇങ്ങനെ പറയുമില്ല. പക്ഷേ ലെവിറ്റിന് തെറ്റിപ്പോയി. ലെവിറ്റിന് ഇന്ത്യയുടെ UPA സർക്കാരിലെ പ്രതിരോധ മന്ത്രിയും മുൻ കേരള മുഖ്യമന്ത്രിയുമായ AK ആന്റണിയെപ്പറ്റി ഒന്നും അറിയില്ലെന്ന് തോന്നുന്നു. എന്താണ്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ AK ആന്റണി ചുമത്തിയത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് മാത്രം 200% തീരുവയാണ്.
ആ തീരുവ ഇപ്പോഴും നിലനിൽക്കുന്നു. തദ്ദേശീയരായ കേരളീയർ ഇന്ത്യക്കാർ കേരളത്തിൽ വന്ന് മദ്യം വാങ്ങുമ്പോൾ 200% അധിക നികുതി നൽകി വേണം വാങ്ങാൻ. അതുകൊണ്ടാണ് കേരളം ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് എന്നോർമ്മ വേണം. ആർക്ക്? ലെവിറ്റിന്. അതുകൊണ്ട് തന്നെയാണ് കേരളം ഇന്നും ഒരു ഉപഭോക്തൃ സംസ്ഥാനമായും ലോട്ടറി, മദ്യവിൽപ്പന എന്നിവയിലൂടെയും സാമ്പത്തികമായുള്ള പിടിച്ചു നിൽക്കാനുള്ള വരുമാനം കണ്ടെത്തുന്നത് അന്നും ഇന്നും. അതുകൊണ്ട് തന്നെ അമേരിക്കൻ മദ്യത്തിന് ഇന്ത്യ 150% തീരുവ ചുമത്തുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രത ഉയർത്താൻ വേണ്ടിയാണെന്ന് ലെവിറ്റ് മനസ്സിലാക്കണം. പിന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് 100% തീരുവയാണ് ഇന്ത്യ ചുമത്തുന്നതെന്നും അമേരിക്ക ആരോപിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിരുന്നു അമേരിക്കൻ നിർമ്മിത ചീസിനും ബട്ടറിനും വില കുറയുമെന്ന്. കാനഡ എത്രയാണ് തീരുവ ചുമത്തുന്നത്? 300%. അമേരിക്കൻ മദ്യത്തിന് ഇന്ത്യയിൽ 150% തീരുവ. ജപ്പാനിലെ അരിക്ക് 700% തീരുവ ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊക്കെ കാരണമുണ്ട്. ജപ്പാനിലെ അരി കഴിക്കുന്നവർ വളരെ കുറവാണ്. ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്ന അരി ഇനങ്ങളുണ്ട്. ഒന്നല്ല, 100 ആയിരക്കണക്കിന് ഇനങ്ങളുണ്ട് വിവിധ സംസ്ഥാനങ്ങളുടെ തനത് ആഹാര രുചിയായിട്ട്. ഇവയ്ക്കൊന്നും ഇന്ത്യ നികുതി ഏർപ്പെടുത്തുന്നില്ല. അതേസമയം ഈ അരിയെല്ലാം കവച്ചു വയ്ക്കാനായി ജപ്പാനിൽ നിന്നും ചൈനയിൽ നിന്നുമൊക്കെ അവിടുത്തെ നെല്ലരിയും കുത്തരിയും വന്നു കഴിഞ്ഞാൽ ഇന്ത്യ തീരുവ ചുമത്തും. അതുകൊണ്ട് തന്നെയാണ് 700% തീരുവ ജപ്പാൻ അരിക്ക് ഇന്ത്യ ചുമത്തുന്നത്. അതിൽ കരോളിൻ ലെവിറ്റ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധ ചൂണ്ടിക്കാട്ടുന്നതനുസരിച്ച് ഏപ്രിൽ 2 ട്രംപ് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ഇന്ത്യക്ക് മേലുള്ള, ഏഷ്യൻ രാജ്യങ്ങൾക്ക് മേലുള്ള നികുതി, പുതിയ താരിഫ് നിരക്കുകൾ പ്രഖ്യാപിക്കും. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ, കാരണം നിലവിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലൊരു വ്യാപാര ബന്ധമുണ്ട്. സാമ്പത്തിക, വ്യാവസായിക, പ്രതിരോധ സഹകരണ കരാറുകൾ 1-2 നിരവധി കരാറുകൾ നിലവിലുണ്ട്. വ്യാപാര കരാറുകൾ നിലവിലുണ്ട്. 2030 ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര വാണിജ്യ ഇടപാടുകൾ $50,000 കോടി കവിയണം എന്നാണിപ്പോൾ ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ വൈറ്റ് ഹൗസിൽ വെച്ച് ഡൊണാൾഡ് ട്രംപ് പ്രത്യാശ പ്രകടിപ്പിച്ചത്. അത് തീരെ കുറഞ്ഞ അല്ലെങ്കിൽ ഒരു തരംതാണ പ്രത്യാശയൊന്നുമല്ലായിരുന്നു. ഒരു പ്രത്യേക ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള അമേരിക്കയുടെയും ഇന്ത്യയുടെയും തീരുമാനം തന്നെയായിരുന്നത്. സംയുക്തമായ തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തായാലും ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് ഉയർന്ന താരിഫുകൾ പ്രഖ്യാപിക്കാൻ ഇടയില്ലെന്നും അതിനകം തന്നെ ഇന്ത്യ അമേരിക്കയിൽ നിന്നുള്ള ചില ഭക്ഷ്യ, ഓട്ടോമൊബൈൽ, ഫാർമസി അടക്കമുള്ള ചില നിർണായക മേഖലകളിലെ ഇന്ത്യക്കാർ ഏറെ ഇഷ്ടപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് തീരുവ കുറയ്ക്കാൻ നിർബന്ധിതരാകുമെന്നും സൂചനയുണ്ട്. അങ്ങനെ വന്നാൽ ഇന്ത്യക്ക് തന്നെയാണ് അത് നേട്ടമെന്ന് വളരെ വ്യക്തമായൊരു സൂചന ലഭിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ നിന്നും ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് എത്തുന്ന ഈ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളോട് കുറഞ്ഞ വിലയിൽ മത്സരിക്കേണ്ടി വരുമെന്നതാണ് മറ്റൊരു രസകരമായ വസ്തുത. അതായത് ഇന്ത്യ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കൊപ്പം കിടപിടിക്കുന്നതാണെന്ന ആ രീതിയിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് വരേണ്ടി വരും. ഇനി ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് ഈ മേൽപ്പറഞ്ഞ ചീസ് അടക്കം, ഹാർലി ഡേവിഡ്സൺ അടക്കം, വില കൂടിയ മരുന്നുകളടക്കം ഇന്ത്യയിൽ ന്യായവിലയ്ക്ക് ലഭിക്കുമെങ്കിൽ ഇന്ത്യക്കാർ അത് കൈവിടുകയുമില്ലെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ വളരെ സമ്മിശ്രമായൊരു പ്രതികരണമാണ് ഏപ്രിൽ 2 മുതൽ നടപ്പാക്കാനിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ ഏഷ്യൻ രാജ്യങ്ങൾക്ക് മേലുള്ള, ഇന്ത്യക്ക് മേലുള്ള താരിഫ് വർധന. അതെങ്ങനെയാകും? ഇന്ത്യക്ക് ഗുണമോ ദോഷമോ? ഇപ്പോൾ ഇന്ത്യക്ക് ദോഷത്തെക്കാളേറെ ഗുണമുണ്ടാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് തന്നെയാണ് വ്യക്തമായ സൂചനകൾ. എന്തായാലും കാത്തിരുന്ന് കാണേണ്ടി വരും. ഡൊണാൾഡ് ട്രംപ് ആയതുകൊണ്ട് തന്നെ അവസാന നിമിഷം വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും എന്തെങ്കിലും ഒരു മാറ്റമുണ്ടോ എന്നറിയാൻ അതുവരെ നമുക്ക് കാത്തിരിക്കാം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.